ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ മറുപടിയാണ്. മുഖ്യമന്ത്രി. സർ, ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും കഴിഞ്ഞ സർക്കാർ വരുത്തിവെച്ച ബാധ്യതകളുടെ വലിയ കടം പേറുമ്പോഴും ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. അതിശക്തമായ ടാക്സ് ഡ്രൈവ് നടത്തിയും നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫിനാൻസ് മാനേജ്മെൻറ്റ് നടപ്പാക്കിയും ഖജനാവിലെ ചോർച്ച തടഞ്ഞും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചു പണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഗവൺമെൻറ്. ജനങ്ങളുടെ തലയിൽ നികുതി കെട്ടിവെച്ചിട്ടല്ല, അല്ലാതെ പണമുണ്ടാക്കി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിയും. വളരെ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ഈ ഫിനാൻസ് ബില്ലിൽ പറയുന്നത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പ്രസംഗം നടത്തി. പോകുന്ന വഴിക്ക് വാക്കൗട്ട് പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, ഈ ഫിനാൻസ് ബില്ലിലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം ഒളിച്ചാണ് കടത്തിയത്. അതുകൊണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ മനസ്സിലായില്ല ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് വരും, അതിൻ്റെ അകത്ത് ഇതുണ്ടാവുമെന്ന്. സർ, എന്നാണ് സർ ബജറ്റ് അവതരിപ്പിച്ചത്? ബജറ്റ് 19/6/2026 അല്ലേ? ഈ മാസം 19-ാം തീയതി. ആ ബജറ്റിലാണ് ഈ നികുതി നിർദ്ദേശം വരുന്നത്. ആ ബജറ്റിലാണ് നികുതി നിർദ്ദേശം വരുന്നത്. സർ, എന്നാണ് BSE കൂടുന്നത്? 23/6-നാണ് BSE കൂടുന്നത്. അപ്പോൾ BSE കൂടി ഫിനാൻസ് ബില്ലിൻ്റെ കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഫിനാൻസ് ബില്ലിൽ ബജറ്റിലെ നികുതി നിർദ്ദേശം വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ്? ആണോ? ബജറ്റിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ, നികുതി ഇളവുകളും നികുതി നിർദ്ദേശങ്ങളും ഫിനാൻസ് ബില്ലിൽ വരും എന്നറിയാത്ത ഒരാളാണോ 10 വർഷം കേരളം ഭരിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നിട്ട് ഒളിച്ചു കടത്തിയെന്ന് ഈ ഫിനാൻസ് ബില്ലിൽ ഈ വിഷയം ഫിനാൻസ് ബില്ലിൽ ഒളിച്ചു കടത്തിയതല്ല, ബജറ്റിൽ അവതരിപ്പിച്ചാണ് ടാക്സ് നിർദ്ദേശം. ഞാൻ അതിൻ്റെ സാഹചര്യങ്ങൾ ബജറ്റിൻ്റെ സമാപന പ്രസംഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്കൗട്ട് ചെയ്യുന്നത് എനിക്കറിയാം. ഞാനത് ഒന്നുകൂടി പറയുമെന്നറിയാം. എന്നാലും റെക്കോർഡിൽ കിടക്കട്ടെ, പറഞ്ഞിട്ട് പോയതല്ലേ. ഈ ഫയൽ ആരംഭിക്കുന്നത് 16/11/2021 അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സെക്രട്ടറിയുടെ ഒരു കുറിപ്പുണ്ട്. കുറിപ്പ് എന്താണെന്നറിയാമോ? വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യത പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുള്ള AP ഉദയഭാനു കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. വിൽപ്പന കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ മുഖേന ആയതിനാൽ നിശ്ചിത പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. നമ്മുടെ കാലത്തല്ല, 2021. ആയതിനാൽ ഇത്തരം മദ്യം ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാത്തതാണ്. വീര്യമുള്ള മദ്യത്തെ പോലെ ആരോഗ്യത്തെ കൂടുതൽ ഹാനികരമായി ബാധിക്കുമെന്നും കാണുന്നില്ല. ടൂറിസം, IT മേഖലകളിൽ ഉണർവുണ്ടാക്കുന്നതിനും സഹായകരമാണ്. സർ, ഈ നോട്ട് 4-ലെ ഖണ്ഡിക 4 കാണുക. ഇതിൽ പറയാണ്, ബക്കാടി ഇന്ത്യ, STF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി അവതരിപ്പിക്കുക. നോട്ട് 47, അന്നത്തെ മന്ത്രി MV ഗോവിന്ദൻ ചട്ട ഭേദഗതിയുടെ കരട് അംഗീകരിച്ചു. 25/7/2022 നോട്ട് 63, നോട്ട് 70 കരട് ചട്ട ഭേദഗതി സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് നൽകാനുള്ള അംഗീകാരം MV ഗോവിന്ദൻ മന്ത്രിയായിരിക്കുമ്പോൾ നൽകി. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിക്കുന്ന കുറിപ്പ് ആരുടെയാണ്? MV ഗോവിന്ദൻ്റെ കുറിപ്പ്. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയച്ച കുറിപ്പ് ഞാൻ വായിക്കാം. അങ്ങ് ഉണ്ടായിരുന്നു അതിൽ കമ്മിറ്റിയിൽ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറച്ചു കൊണ്ടുവരുന്നതിന്. ഇപ്പം ഞാനിത് കൊണ്ടുവന്നപ്പോൾ മദ്യവ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞ ആളുകളാണ്. ഇതിൽ എഴുതിയിരിക്കുകയാണ്, സബ്ജക്റ്റ് കമ്മിറ്റിയുടെ നോട്ടിൽ എഴുതിയിരിക്കുകയാണ്, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറച്ചുകൊണ്ടുവരുന്നതിന് മദ്യവർജനത്തിൽ ഊന്നിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. മദ്യനിരോധനം പ്രായോഗികമായി വിജയകരമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് അനുഭവങ്ങളുടെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് മദ്യവർജനം എന്ന ആശയം കൈക്കൊണ്ടത്. സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തിയ ഉദയഭാനു കമ്മീഷൻ വീര്യം കൂടിയ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ വിൽക്കുന്ന
ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വീര്യം 42.86%. ഇതോടൊപ്പം തന്നെ 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. 2022-23 മദ്യനയത്തിൽ, ഇവരുടെ തന്നെ മദ്യനയത്തിൽ, പഴയ ഗവൺമെന്റിന്റെ 20% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യം വിപണനം നടത്തുന്നതിന് അനുമതി നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യവിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതിനായി വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള കരട് ചട്ടം തയ്യാറാക്കിയിരുന്നു. പ്രസ്തുത കരട് ചട്ടം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് സമർപ്പിക്കുന്നു. സാർ, ഇത് വെച്ചിട്ട് ഫോറിൻ ലിക്കർ റൂൾസിൽ അമെൻമെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെൻമെന്റ് നടത്തി കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യും. ബിയറിനൊരു കാറ്റഗറി ഉണ്ട്, വൈനിനൊരു കാറ്റഗറി ഉണ്ട്, 400 രൂപയ്ക്ക് കൂടുതലുള്ള മദ്യത്തിന് ഒരു കാറ്റഗറി ഉണ്ട്, അതിന് താഴെയുള്ള മദ്യത്തിന് ഓരോ കാറ്റഗറി ഉണ്ട്. ഈ ഓരോ കാറ്റഗറിക്കും ടാക്സ് ഉണ്ട്, ഓരോ കാറ്റഗറിക്കും. അത് ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ കാറ്റഗറിക്ക് ഒരു ടാക്സ് കൊടുക്കണം. ആ ടാക്സാണ് ഈ ബജറ്റിലൂടെ ഗവൺമെന്റ് ചെയ്തത്. അത് അവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നത് ഫയലുകളിൽ ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള നികുതി വേണമെന്നാണ്. നമ്മളത് ചെയ്തില്ല. 0.5 തൊട്ട് 10 വരെയുള്ളതിന് ബിയറിനേക്കാൾ വൈനിനേക്കാൾ ഉയർന്ന ടാക്സ് ഈടാക്കി 120%. എന്നിട്ട് 10% മുതൽ 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 175%. ഞങ്ങളത് പരിശോധിച്ച് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന റേറ്റാണ് കേരളത്തിൽ. ഏറ്റവും ഉയർന്ന റേറ്റ് കേരളത്തിൽ. പിന്നെ കർണാടക ഗവൺമെൻറ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി സിദ്ധരാമയ്യ ഗവൺമെൻറ് അത് നടപ്പാക്കി. അതിലവർ WHO കോട്ട് ചെയ്തു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സാർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വലിയൊരു ഡോക്യുമെൻ്റാണ്. ആ വലിയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ മദ്യ ഉപഭോഗത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഹാർഡ് ലിക്കർ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ, കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഒരുപാട് രോഗങ്ങൾ. എന്നിട്ട് അവർ പറയുന്നത്, അവരുടെ സ്ട്രാറ്റജി, അവരെല്ലാ മദ്യനിർമ്മാണ കമ്പനികളോടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ്, നിങ്ങൾ ഹാർഡ് ലിക്കർ അത് കുറച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രൊഡക്ഷൻ മുഴുവൻ ആൽക്കഹോളിക് കണ്ടന്റ് കുറവായ മദ്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ലോകം രോഗാതുരമാവും, അപകടമാണ് എന്ന് പറയാണ്. ആ WHO റിപ്പോർട്ട്, ഗ്ലോബൽ സ്ട്രാറ്റജി, അത് കോട്ട് ചെയ്തുകൊണ്ടാണ് കർണാടക ഗവൺമെൻറ് അത് ഉത്തരവിറക്കിയത്. അതിനുശേഷം അവർ മുഴുവൻ ടാക്സ് റീസ്ട്രക്ചർ ചെയ്തു. ഒരു 3 മാസം മുമ്പ് സിദ്ധരാമയ്യ ഗവൺമെൻറ് വീര്യം കുറഞ്ഞ ആൽക്കഹോളിക് കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സ്, അവർ ബിയറിൻ്റെ കുറച്ചു, വൈനിൻ്റെ കുറച്ചു, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കുറച്ചു, എന്നിട്ട് ഹാർഡ് ലിക്കറിൻ്റെ ടാക്സ് കൂട്ടി. ഇതാണ്. ഇപ്പം ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ ഈ കാറ്റഗറിക്ക് ഞങ്ങൾ ടാക്സ് വെച്ചു. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്തത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്ന അപ്പം തന്നെ ഇത് വിൽപ്പന വരും എന്ന് പറയുന്നതിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നാണ് 5 കൊല്ലക്കാലം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ വിൽപ്പന. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷനാണ് മോണോപ്പൊളി. എന്തിൻ്റെ? ഹോൾസെയിൽ മോണോപ്പൊളിയാണ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അല്ലാതെ കേരളത്തിൽ ഒരു ഏജൻസിക്കും ഇത് വിൽക്കാൻ പറ്റില്ല. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക്, ബിവറേജിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ലിക്കറും ബാറുകളിലേക്ക്, സ്വകാര്യ ബാറുകളിലേക്ക് പോകുന്ന ലിക്കറും പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ബിവറേജ് കോർപ്പറേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിക്കുകയാണ്. ഇപ്പം നമ്മുടെ UDFിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ KSBC സാധനം വാങ്ങൂല, ഇത് കൊടുക്കൂല, തീർന്നില്ല. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിയമപരമായി ബാധ്യത വരും, അത് വരും, ഒന്നുമില്ല. വിൽക്കണ്ടെന്ന് തീരുമാനിച്ചാൽ വിൽക്കുക. നാളെ KSBC തീരുമാനിക്കുകയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുകയാണ് ബിയർ വിൽക്കണ്ട കേരളത്തിൽ, അല്ലെങ്കിൽ വൈൻ വിൽക്കണ്ട കേരളത്തിൽ. വൈൻ വിൽക്കില്ല, പറ്റില്ല. വീട്ടിലാളുകൾ വൈൻ ഉണ്ടാക്കി വിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ.
മനസ്സിലായില്ലേ? അല്ലാതെ ചെയ്യില്ല. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെൻറ്റിൻ്റെയും ഈ ബജറ്റിൻ്റെയും ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ആളുകൾ കൂടി എൻ്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. ഈ സർക്കാരിന് കൃത്യമായ പരിപാടിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമുള്ള തീരുമാനമാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശം ആരുമായിട്ട് കൂടിയാലോചിക്കാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മാത്രമേ നടത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഏത് വിഷയവും അത് ആ കാര്യത്തിലുള്ള ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഈ ബജറ്റിൽ 10 ലക്ഷം രൂപ വരെ സാധാരണക്കാരാണ് അത് വാങ്ങിക്കുന്നത്. വില വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 5% നിന്ന് 3% കുറച്ചു. 15 മുതൽ 20 ലക്ഷം വരെയുള്ളതിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 8% നിന്ന് 5% കുറച്ചു. ഇതോടൊപ്പം ലക്ഷറി വാഹനങ്ങൾക്ക് 40 ലക്ഷം മീതെയുള്ള ലക്ഷറി വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ടാക്സ് 10 നിന്നും 15% അത് വർദ്ധിപ്പിച്ചു, റാഷണലൈസ് ചെയ്തു. അത് ഇപ്പോൾ സാധാരണക്കാർക്ക് മേടിക്കാം. മറ്റ് നല്ല വരുമാനമുള്ളവരല്ലേ 40 ലക്ഷത്തിന് മീതെ മേടിക്കുന്നത്, അവർ കുറച്ച് ടാക്സ് കൊടുത്തോട്ടെ. അതിൻ്റെ ഇളവ് സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇവിടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കാം. കാരണം ഫെയർ വാല്യൂ 2010 കൊണ്ടുവന്ന സമയത്ത് എല്ലാ വർഷവും 10% വർദ്ധിപ്പിക്കണമെന്നാണ്. ഇപ്പോൾ 3 കൊല്ലമായി ഫെയർ വാല്യൂ കൂട്ടിയിട്ട്. ആ ഫെയർ വാല്യൂ എന്തുകൊണ്ടാണ് കൂട്ടായിരുന്നത്? അത് പഠിച്ചു. ഫെയർ വാല്യൂ കൂട്ടിയാൽ സർക്കാരിന് വരുമാനം കൂടും. പഠിച്ചപ്പോൾ എന്താ മനസ്സിലായത്? നാട്ടിൽ ഒരുപാട് പരാതികൾ നിൽക്കുന്നു. ഒന്ന്, അണ്ടർ വാല്യുവേഷൻ ഉണ്ട്. ചില സ്ഥലത്ത് വസ്തുവിൻ്റെ യഥാർത്ഥ വില രേഖപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥ വില മാർക്കറ്റ് വിലയേക്കാൾ വളരെ താഴ്ന്ന വിലയാണ്. ഒരുപാട് സ്ഥലത്ത് ഓവർ വാല്യുവേഷനാണ്. അതായത് മാർക്കറ്റ് വില 2 ലക്ഷം രൂപയുള്ള സെൻറ്റിന് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂയിൽ എഴുതി വെച്ചേക്കുക. അപ്പോൾ വ്യാപകമായ പരാതികളുണ്ട്. ആ പരാതികൾ ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചു. ആ പരാതികൾ സമയബന്ധിതമായി ആ ഓവർ വാല്യുവേഷൻ്റെ അണ്ടർ വാല്യുവേഷൻ്റെയും പരാതികൾ പൂർത്തിയാക്കും. ആളുകളുടെ പ്രശ്നമാണ്. സ്ഥല വിൽപ്പന നടക്കുന്നില്ല, സെയിൽ നടക്കുന്നില്ല. 2 ലക്ഷം രൂപ വിലയുള്ള പ്രോപ്പർട്ടിക്ക് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂ വെച്ചാൽ അതിൻ്റെ വിൽപ്പന നടക്കുമോ? അപ്പോൾ ഇതൊന്നും ഇവർ പരിഹരിച്ചിട്ടില്ല. ഇവരുടെ കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. ആ രജിസ്ട്രേഷൻ കാര്യങ്ങളിൽ ചെയ്യണം. ഞങ്ങൾ വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി ആ ഫെയർ വാല്യൂ അത് കറക്റ്റ് ചെയ്ത് അത് നമുക്ക് രജിസ്ട്രേഷൻ ഫീസിൻ്റെ കാര്യത്തിൽ നമുക്കപ്പോൾ ആലോചിക്കാം. അപ്പോൾ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിക്കും, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടക്കും, ഭൂമി ഇടപാടുകൾ നടക്കും. അതും എക്കണോമിക് ആക്ടിവിറ്റി തീർച്ചയായിട്ടും സ്റ്റേറ്റിൻ്റെ വർദ്ധിപ്പിക്കും. പിന്നെ ഒരു കാര്യം കൂടിയല്ലോ, സ്വകാര്യ ബസ്സുകൾ. നമുക്കറിയാം, സ്വകാര്യ ബസ് മേഖല ഇതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അവർ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വലിയ പ്രതിസന്ധി. അതിപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ടൊന്നുമല്ല. അതിനു മുമ്പ് തന്നെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും അത് തകർന്നു. 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നിടത്ത് 10,000-ൽ താഴെയായി പ്രൈവറ്റ് ബസ്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം പ്രൈവറ്റ് ട്രാൻസ്പോർട്ടായിട്ടല്ല അവരെ കാണുന്നത്. ട്രാൻസ്പോർട്ട് ബസ് ഓടാത്ത സ്ഥലത്തുകൂടി ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് വരെ കാണുന്നത്. അവർ തകർന്നു പോകാതിരിക്കാൻ അവരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യും. അതിൻ്റെ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കൊടുക്കാത്ത തരത്തിൽ 50% ടാക്സ് റിഡക്ഷൻ കൊടുത്ത്. 50%. എന്താണ്? ഒരു ഇൻഡസ്ട്രി തകർന്നു പോകരുതെന്ന് കരുതിയാണ്. ഒരു ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായി പോകരുത്. ഒരു ഇൻഡസ്ട്രി ഇല്ലേ, അത് പോയാൽ ഒരുപാട് പേർക്ക് റിക്കവറി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. KSRTC കേരളത്തിലെ എല്ലായിടത്തും സർവീസ് നടത്തുന്നില്ല. KSRTC സർവീസ് നടത്താത്ത സ്ഥലത്തുകൂടി സർവീസ് നടത്തേണ്ടത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണ്. അതൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. ആ ഇൻഡസ്ട്രിയെ ഇനിയും പറ്റാവുന്നത്രയും സഹായങ്ങൾ നൽകി ആ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡസ്ട്രിയും ഒരു ട്രേഡും ഒരു കോമേഴ്സും നടത്തുന്ന ആളുകളെ ഒന്നും ഈ ഗവൺമെൻറ് ശത്രുക്കളായി കാണുന്നില്ല. അവരുടെ മീതെ അമിതമായ നികുതി ഭാരം ഏൽപ്പിക്കുന്നില്ല. നമ്മുടെ നോട്ടം ടാക്സ് വെട്ടിപ്പുകാരുടെ മുഖത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കർശനമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഞാൻ ഈ ധനകാര്യ ബില്ലിനെ സംബന്ധിച്ച് അത് നമുക്ക് സംസാരിക്കാം. വിഷാരടി ഒരു MLA-മാരുടെ കാര്യം ഉന്നയിച്ചു. നമ്മളതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ടും മറ്റു കാര്യമുണ്ട്. അത് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം തീർച്ചയായിട്ടും എടുക്കാം. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല.
അതുകൊണ്ട് രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്ന ആരുമില്ല, പ്രതികൂലിക്കുന്ന ഒരാൾ. രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. രണ്ടുപേരുടെ ഓക്കെ, നേരത്തെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാം വകുപ്പ് ഭേദഗതികൾ നൽകിയ ആളുകളാരും സീറ്റിലില്ല. മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. നാലാം വകുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. സർ, അത് ഭേദഗതി നമ്പർ 85 അതിവിടെ അവതരിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ഔദ്യോഗിക ഭേദഗതിയായിട്ട് അവതരിപ്പിക്കും. അതായത് ഇൻ സബ് ക്ലോസ് 2 ഓഫ് ക്ലോസ് 4 ഓഫ് ദ ബിൽ ദി ഓപ്പണിംഗ് പാർട്ട് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് ഫോളോസ്, നെയിംലി 1, 2 in annexure 1, 2, 1 for serial number 7B to 7F and the entries against it in column 2 and 3 the following serial numbers and entries shall respectively be substituted, namely 2 in item 7B, 7C, 7D, 7E after the words electric motor cabs, the simple and words electric tourist motor cabs shall be inserted. 3. The simple at the quote at the end of item 7E shall be changed to or mark unquote. 4. After the item so numbered, the following item shall be added, namely to the item 12B and the entries against it shall be omitted. So, മറ്റ് ഭേദഗതികളൊന്നും ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. ഈ 85 നമ്പർ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് അവതരിപ്പിക്കും. ഭേദഗതി ചെയ്ത പ്രകാരമുള്ള നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. അഞ്ചാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങളാരും സീറ്റിലില്ല. അഞ്ചാം വകുപ്പ് ഭേദഗതി ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ആറാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങളാരും സീറ്റിലില്ല. ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന കാര്യത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ഏഴാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. ഇനി ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. എട്ടാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങളാരും സീറ്റിലില്ല. ഇനി എട്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, എട്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്നു. ഒമ്പതാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ സീറ്റിലില്ല. ഒമ്പതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഒമ്പതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പത്താം വകുപ്പ് ഭേദഗതിയില്ല. ഇനി പത്താം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പത്താം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 11ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. 11ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, 11ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 12ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. ഇനി 12ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, 12ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്നു. 13ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. ഇനി 13ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഇപ്പുറത്ത് കെ മുരളീധരനും അപ്പുറത്ത് വി മുരളീധരനുമാണ്. 13ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 14ാം വകുപ്പ് ഭേദഗതികളില്ല. ഇനി 14ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, 14ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 15ാം വകുപ്പ് ഭേദഗതികളില്ല. 15ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, 15ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 16ാം വകുപ്പ് ഭേദഗതികളില്ല.
16-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 16-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 17-ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. 17-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 17-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 18-ാം വകുപ്പ് ഭേദഗതികളില്ല. 18-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 18-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 19-ാം വകുപ്പ് ഭേദഗതികളില്ല. 19-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 19-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്നു. 20-ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ സീറ്റിലില്ല. ഇനി 20-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 20-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്നു. 21-ാം വകുപ്പ് ഭേദഗതികളില്ല. 21-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 21-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 22-ാം വകുപ്പ് ഭേദഗതികളില്ല. 22-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 22-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഡികയും പേരും ഭേദഗതി നൽകിയ അംഗങ്ങൾ സീറ്റിലില്ല. ഇനി 1-ാം വകുപ്പും പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 1-ാം വകുപ്പും പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന മുഖ്യമന്ത്രി. സർ, 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്തുണയ്ക്കേണ്ടതാണ്. യെസ് യെസ്. ഇനി 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ യെസ്. ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു.